ഹായ് ഗൈസ്, പവിത്രം പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ ഇഷിത വേദയുടെ റൂമിൽ വന്ന് വിക്രമിനുള്ള മെഡിസിൻസ് കൊടുക്കുന്നു, മുറിവൊക്കെ ക്ലീൻ ആക്കുന്നു. എന്നിട്ട് പിന്നീട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീപ്തി ജ്യൂസുമായി വരുന്നുണ്ട്. വേദ അത് വേഗം വാങ്ങി റൂമിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ദീപ്തിക്ക് അത് ചെറിയൊരു നീരസം ഉണ്ടാക്കി. വേദേച്ചി റൂമിനുള്ളിൽ കയറാൻ പോലും സമ്മതിക്കുന്നില്ല. അവർ രണ്ടുപേരും ഭയങ്കര ചർച്ചയിലാണ് എന്നൊക്കെ താഴെ വന്ന് വർഷയോടും അമ്മയോടും പറയുന്നുണ്ട്. പിന്നീട് വേദ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വർഷ അതേപ്പറ്റി വേദയോട് ചോദിക്കുന്നുമുണ്ട്. അതിന് വേദ പറയുന്നത്, നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെ മാത്രമായിട്ടല്ലല്ലോ കാണുന്നത്, നിങ്ങളുടെ ഭർത്താവിനെ ഓർമ്മ വരും, അപ്പോൾ നിങ്ങളുടെ അച്ഛനെ ഓർമ്മ വരും, അതിലും നല്ലത് അത് ഒഴിവാക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ അച്ഛൻ നിന്നെ എന്തു ചെയ്തെന്നാ? അതിന് വേദ പറഞ്ഞത്, സൗകര്യം കിട്ടുമ്പോഴൊക്കെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന്. അതും പറഞ്ഞ് ഒരു പ്ലേറ്റിൽ ചോറും കറികളും ഒക്കെ പകർത്തുന്നത് കണ്ട് വർഷ വായും പൊളിച്ചു നോക്കിയിരിക്കുന്നു. വേദ അത് റൂമിലേക്ക് കൊണ്ടുവന്ന് വിക്രമിന് കൊടുക്കുമ്പോൾ, എന്താ ഞാൻ തന്നാൽ കഴിക്കില്ലേ എന്ന് ചോദിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നു. അനുസരണയുള്ള ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഒതുങ്ങിയിരുന്ന് വായും പൊളിച്ചു കൊടുക്കുന്നുണ്ട് വിക്രം. വേദയ്ക്ക് അത് സന്തോഷമാവുന്നു. പിന്നീട് ദീപ്തി പറഞ്ഞത്, ഞാൻ ജ്യൂസുമായി റൂമിൽ പോയപ്പോൾ അവർ വാതിലടച്ച് ചൂട് പിടിച്ച ചർച്ചയില്ല, വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്ക് എന്ന്. വർഷയ്ക്ക് ഇത് സംശയമുണ്ടാക്കുന്നു. ഡോക്ടർ ഇഷിതയാണെങ്കിൽ അന്നേരം വേദയോട് പറയുകയായിരുന്നു, ഇത് റിസ്ക്കുള്ള പണിയല്ലേ, എപ്പോഴും ഒരാളെ ഇങ്ങനെ ഒളിപ്പിച്ചിരുത്താൻ പറ്റുമോ വേദേ എന്ന്. അത് അപ്പോൾ തന്നെ വാതിലിൽ മുട്ടുകേട്ട് 3 പേരും ഞെട്ടുന്നു. വർഷ ഡോറിൽ മുട്ടി ഡോറ് തുറന്നപ്പോൾ, ഇവിടെ എന്താ ഒരു മരുന്നിന്റെ മണം എന്ന് ചോദിച്ചപ്പോൾ വേദയും ഇഷിതയും മിണ്ടാതെ നിൽക്കുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.